गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री ഗുരവേ നമഃ. ഞാൻ ഇന്നിവിടെ എല്ലാവരോടും പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്തെന്ന് പറഞ്ഞാൽ, മാസങ്ങൾക്ക് മുൻപ് നമ്മളെല്ലാവരും ഇവിടെ ഒരു വിഷയത്തെ വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധിയെക്കുറിച്ചുള്ള കാര്യം വളരെ ഒരു ചർച്ചാ വിഷയമായിരുന്നു. അപ്പോൾ ആ ചർച്ചാ വിഷയമായ ആ ഒരു വിഷയത്തിലേക്ക് ഞാൻ വീണ്ടും കടന്നു ചെല്ലുകയാണ്. ഇന്നിപ്പോൾ അതൊക്കെ ശാന്തമാണ്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മീഡിയകളും ഇല്ല, ആരും ചർച്ചയും ചെയ്യുന്നില്ലൊന്നുമില്ല. പക്ഷെ ഒരു തുടക്കം അങ്ങിടുകയാണ്. ധ്യാനിക്കുന്നവർക്ക് ഏത് പരമ്പരകളിലും ഏത് ഗുരു പരമ്പരകളിലും ധ്യാനിക്കുന്നവർ, അവർക്ക് മാത്രമേ ഇപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യത്തെ വ്യക്തമായി ഉൾക്കൊള്ളാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് അവരോട് തന്നെയാണ് പറയുന്നത്. ഏത് പരമ്പരയിലാണെങ്കിലും ധ്യാനം ശീലമാക്കിയവരോടാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് തന്നെ അറിയാം, ഗോപൻ സ്വാമിയുടെ സമാധി നടക്കുമ്പോൾ ഇത് മറ്റാരും അറിയിക്കരുതെന്നും പറഞ്ഞാണ് ആ ഒരു പിതാവ് പറഞ്ഞത്. അതനുസരിച്ച് മക്കൾ ആരോടും അറിയിച്ചില്ല. എന്നാൽ എന്തു പറ്റി? ആരും അറിയിക്കാതെ ചെയ്ത കാര്യം ലോകം മൊത്തം അറിഞ്ഞു. ആരെയും അറിയിക്കണ്ടെന്ന് പറഞ്ഞ് ചെയ്ത കാര്യം ലോകം മൊത്തം അറിഞ്ഞു. വലിയ വിവാദങ്ങളായി. സമാധിയായിരുന്ന ഓഡിയോ വരെ തിരിച്ച് എടുത്ത് ഒന്നിന്ന് പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്തു. പക്ഷേ അവിടെ ഒരുപാട് സന്യാസിവര്യന്മാരൊക്കെ ഒരുപാട് പേര് സന്ദർശിച്ചിരുന്നു. ആത്മീയമായ അറിവുകൾ നേടിയ ആ സമാധിയുടെ അവസ്ഥയെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ഒരുപാട് പേർ അവർ സന്ദർശിക്കുകയും ഇത് യഥാർത്ഥത്തിൽ ഒരു സമാധി അവസ്ഥ തന്നെയാണെന്ന് അവർ ബോധ്യപ്പെടുത്തിയതുമാണ്. അതായത് നമ്മുടെ ശാസ്ത്രങ്ങളിൽ എഴുതിയിരിക്കുന്ന പ്രകാരമുള്ള അടയാളങ്ങൾ ആ ശരീരത്തിൽ പ്രകടമായിരുന്നത് കൊണ്ടാണ്. അപ്പോൾ സമാധിയാവുന്ന അവസ്ഥയും സാധാരണ ഒരു മരണം സംഭവിക്കുന്ന അവസ്ഥയും രണ്ടും അവസ്ഥയാണ് ശരീരത്തിൽ സംഭവിക്കുന്നത്. മരിക്കുമ്പോൾ വടിയായി, അതായത് അങ്ങിരിക്കും, കൈയും കാലൊന്നും മടക്കാനോ നോക്കാനോ ഒന്നും പറ്റാത്ത ഫുള്ള് ഒരു വടിയായ അവസ്ഥയും, ഇത് സമാധിയിലേക്ക് സംഭവിക്കുമ്പോൾ ഇത് ഒക്കെ ഫ്ലെക്സിബിൾ ആയിരിക്കും. അപ്പോൾ അതുപോലുള്ള ഒരു അവസ്ഥയൊക്കെ കണ്ട് മനസ്സിലാക്കി അന്ന് വന്നിരുന്നവർ ഇതൊരു യഥാർത്ഥ സമാധിയാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. ഞാൻ ആ സാക്ഷ്യപ്പെടുത്തലിന് വേണ്ടി അല്ല ഞാനും വന്നിരിക്കുന്നത്. ഞാൻ പറയുന്നത് ധ്യാനം ശീലമാക്കിയവർ. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് വെച്ചാൽ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരാഴ്ചയ്ക്ക് മുമ്പ് പെട്ടെന്ന് എനിക്കൊരു ദിവസം എൻ്റെ ഉള്ളിൽ തോന്നി ഒന്ന് അങ്ങോട്ട് പോകണം. ഈ വിവാദമൊന്നും നടന്ന സമയത്തൊന്നും എൻ്റെ വീട്ടിന് കുറച്ച് ദൂരത്താണെങ്കിൽ പോലും ഒരു 10 കിലോമീറ്റർ 10-15 കിലോമീറ്ററിനുള്ളിലാണ്. എന്നാൽ പോലും ഞാൻ അതിലൊന്നും പോയിട്ടില്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് എനിക്ക് തോന്നി ഒന്ന് അങ്ങോട്ട് പോകണം എന്ന് തോന്നി. ഞാൻ ഒരു ദിവസം ഇവിടെ നിന്ന് പോയി ഒരു ഉച്ച സമയത്താണ് അവിടെ എത്തിയതും. അവിടെ ചെന്നു. അവിടെ ചെറിയൊരു വീടുണ്ട്. അവിടെ ചെന്ന് അവിടെ ഈ ഗോപൻ സ്വാമിയുടെ വൈഫ്, അവിടുത്തെ അമ്മയുണ്ടായിരുന്നു. അമ്മയുടെ നിന്ന് അനുവാദം വാങ്ങിച്ചിട്ട് അവിടെ സമാധി സ്ഥലത്തേക്ക് പോയി. അവിടെ കുറച്ച് നേരം നിന്നു. ഇപ്പോൾ തോന്നി ഒന്നിരിക്കണം അവിടെ. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലൊരു കരുതി വെച്ചിരുന്ന ഒരു തുണി വിരിച്ച് ഞാൻ അവിടെ ഉദ്ദേശം ഒരു അരമണിക്കൂറോളം ഞാൻ അവിടെ ഇരുന്നു ധ്യാനിക്കാൻ ശ്രമിച്ചു. ധ്യാനിക്കുന്നവർക്കറിയാം, വലിയ വലിയ പേരുകളുണ്ടെങ്കിലും വലിയ വലിയ ബിൽഡിങ്ങുകളുണ്ടെങ്കിലും എല്ലാ ധ്യാനിക്കുന്നവർ യഥാർത്ഥത്തിൽ ഞാൻ എന്തുകൊണ്ടാണ് ധ്യാനിക്കുന്നവർ തന്നെ പ്രൊജക്റ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ, ധ്യാനിക്കുന്നവരിൽ ഒരുപാട് പേര് ഊർജ്ജത്തെ തിരിച്ചറിയുന്നവരാണ്, ഊർജ്ജത്തെ കണക്റ്റ് ചെയ്തവരാണ്, ഊർജ്ജത്തെ മനസ്സിലാക്കിയവരാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ധ്യാനിക്കുന്നവരോട് തന്നെയായിട്ട് ഇതിനെ പറയുന്നത്. അപ്പോൾ ഊർജ്ജത്തെ മനസ്സിലാക്കണമെങ്കിൽ അത് ഫീൽ ചെയ്തവർക്കേ മനസ്സിലാകാൻ പറ്റത്തുള്ളൂ, അല്ലാത്തവർക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ധ്യാനിക്കുന്നവരെ തന്നെ പറയുന്നു. ഞാൻ അവിടെ ചെന്നിരുന്നപ്പോൾ എനിക്ക്
അവിടുത്തെ ഒരു ഊർജ്ജമണ്ഡലത്തെ, ആ ഒരു സമാധി സ്ഥലത്തുള്ള ഒരവസ്ഥയെ, ഒരു ഊർജ്ജമണ്ഡലത്തെ എനിക്ക് ഫീൽ ചെയ്യാൻ കഴിഞ്ഞു. യഥാർത്ഥ സമാധി സ്ഥലങ്ങളിൽ ആ ഒരു ഊർജ്ജം ഫീൽ ചെയ്യാൻ എല്ലാവർക്കും അതിനെ ശ്രമിക്കുന്നവർക്കൊക്കെ കഴിയും. അപ്പോൾ അങ്ങനെ ഞാൻ ഒരുപാട് സമാധി സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ളത് കൊണ്ടും അവിടെയൊക്കെ ഇരുന്ന് ഞാൻ അതിനെയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചത് കൊണ്ടും എനിക്ക് ഇവിടെയും എനിക്ക് അങ്ങനെ നല്ലൊരു അനുഭവം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ധ്യാനിക്കുന്നവരോടൊക്കെ ആയിട്ട് മാത്രം പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് അവിടേക്ക് ഒന്ന് പോകണം. നമ്മുടെ ഗോപൻ സ്വാമിയുടെ, ഞാനിതിനെ ഒന്ന് വിൽപ്പന നടത്തുന്നതൊന്നുമല്ല, ഊർജത്തെ കണക്റ്റ് ചെയ്തവർക്കറിയാം ഇതൊന്നും വിൽപ്പന നടത്തേണ്ട കാര്യമല്ല. നമ്മൾ ആ ഊർജത്തെ കണക്റ്റ് ചെയ്യുമ്പോൾ ആ സമമായി ചേർന്ന ആ ഒന്നായി ചേർന്ന ആ ഊർജത്തെ നമ്മൾ കണക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തിനോടാണ് കണക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ ധ്യാനം ചെയ്യുന്നവർക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ടാണ് പറയുന്നത്, ധ്യാനം ചെയ്യുന്ന എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഗോപൻ സ്വാമിയുടെ ആ സമാധി സ്ഥലം ഒന്ന് സന്ദർശിക്കണം. ഒരു മനുഷ്യൻ ജീവനോടെ ഇരുന്നപ്പോൾ ആ മനുഷ്യന് അവിടെ ജീവിതത്തിൽ കുടുംബം, പ്രാരാബ്ദങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെയൊക്കെ ഇടയിലും അവിടെ ഒരു ക്ഷേത്രമൊക്കെ പണിയുകയും വളരെ ദയനീയമായ ഒരവസ്ഥയിലൊക്കെയാണ് ആ ക്ഷേത്രത്തിൻ്റെ ഒരു അവസ്ഥ ഇപ്പോഴൊക്കെ ഉള്ളത്. അപ്പോൾ ഒരു ക്ഷേത്രം ഒരാൾ പണിയുന്നത് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയൊന്നുമല്ലല്ലോ, അതൊരു സമൂഹത്തിന് വേണ്ടിയാണ്, ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, ലോകത്തിന് വേണ്ടിയാണ്, ലോക മനസ്സുകളിലേക്ക് ആ സത്യത്തെ എത്തിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ഉൾക്കൊള്ളുകയും നമ്മൾ ധ്യാനിക്കുന്ന എല്ലാവരെയും, ഞാൻ ആദ്യമായിട്ട് ധ്യാനിക്കുന്നവരെയാണ് ഞാൻ ക്ഷണിക്കും അങ്ങോട്ട് എത്തണമെന്ന് പറയുന്നത്. കാരണം ധ്യാനിക്കുന്നവർക്കാണ് ആ ഊർജ്ജത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാക്കി പിന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ നടന്നാൽ ആ അത്ഭുതങ്ങളെ തേടി നടക്കുന്നവരാണ് കുറേ പേര്. അപ്പോൾ ആ അത്ഭുതങ്ങളൊന്നും അവിടെ നടന്നിട്ടൊന്നുമില്ല. അവിടെ നടന്നതെല്ലാം സത്യം മാത്രമാണ് നടന്നിട്ടുള്ളത്. സത്യത്തെ തിരിച്ചറിയുന്നവർ, സത്യത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ, ധ്യാനമാർഗത്തിൽ സഞ്ചരിക്കുന്നവർ, ആ സത്യത്തെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ. ഞാൻ പറയുന്നത്, ഇത്രയും നാൾ ധ്യാനം ചെയ്യാത്തവരാരും അങ്ങോട്ട് ചെല്ലല്ലേ എന്നല്ല, സത്യത്തെ തിരിച്ചറിയാൻ ആരാഗ്രഹിക്കുന്നുവോ അവരെല്ലാവരും ഒന്ന് അങ്ങോട്ട് ചെല്ലണമെന്ന് ഒരാഗ്രഹമുണ്ട്. ഇത് അവർക്ക് വേണ്ടിയോ അവിടുത്തെ ആ ഒരു സ്ഥാപനത്തിന് വേണ്ടിയോ ആയിട്ട് അവിടെ ഇതിനൊന്ന് പ്രചാരണം നടത്തുന്നു എന്നുള്ളത് കരുതി കളയരുത്. നമ്മളെല്ലാവരും അവിടെ എത്തുക എന്നുള്ളത്, ഈ ധ്യാനത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക് എത്തണം എന്നുള്ളതും അവിടെ എത്തിപ്പെടണം എന്നുള്ളവർക്ക് വേണ്ടിയാണ് ഈ മെസ്സേജ്. അവരിലേക്ക് മാത്രമേ ഈ മെസ്സേജ് എത്തത്തുള്ളൂ എന്ന് ഞാൻ പൂർണ്ണമായും ഉറപ്പിച്ചുകൊണ്ട് പറയുന്നു. വിശ്വസിച്ചുകൊണ്ടല്ല, പൂർണ്ണമായും എനിക്കുറപ്പുണ്ട്. ഞാൻ ഈ പറയുന്ന ഈ മെസ്സേജ് ഇത് ആരൊക്കെ അവിടെ എത്തണമോ അവരിലേക്കൊക്കെ മാത്രമേ എത്തത്തുള്ളൂ എന്ന് ഉറപ്പിച്ചുകൊണ്ട് പറയുന്നു.